ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ കോഴിക്കറിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കോഴിക്കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു നാടൻ കോഴിക്കറിയാണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞാനിവിടെ ഈ കോഴിക്കറി ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടുള്ള സ്പെഷ്യൽ മസാല ഉപയോഗിച്ചിട്ടുള്ള ഒരു നാടൻ കോഴിക്കറിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ സ്പെഷ്യൽ മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് മീഡിയം സൈസ് ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരടി കട്ടിയുള്ള പാത്രം എടുത്ത് അതിലേക്ക് 5 ടീസ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നേരത്തെ നമ്മൾ അരച്ച് വെച്ച ആ സ്പെഷ്യൽ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 5 സവാള ആഡ് ചെയ്ത് ഒരു 5 പച്ചമുളക് ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലവണ്ണം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. പച്ചമണം മാറാതിരുന്നാൽ നമ്മുടെ കറിയൊക്കെ ഒരു കുത്തൽ വരും. നമ്മുടെ സവാളയൊക്കെ നല്ലവണ്ണം പച്ചമണം മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 തക്കാളിയും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കഴുകി വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ കഴുകുമ്പോൾ 5 മിനിറ്റ് ഞാൻ വിനാഗിരിയിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ ബാഡ് സ്മെല്ലൊക്കെ പോകാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഒരു 10 മിനിറ്റ് വരെ നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ നാടൻ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒരു 2-3 നുള്ള് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലേൻ്റെയും വെളിച്ചെണ്ണയുടെയൊക്കെ സ്മെല്ല് നല്ലവണ്ണം വരുന്നുണ്ട്. സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അഭിപ്രായം അറിയിക്കണേ. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ കോഴിക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.